ഇപ്പോൾ പത്തനംതിട്ടയിൽ പുല്ലാട്ട് രഞ്ജിതയുടെ വീട്ടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആദരാഞ്ജലികൾ അർപ്പിക്കാനും ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും വേണ്ടിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി എ വി ജയശങ്കർ അവിടെയുണ്ട്. ജയശങ്കർ, അവിടെ വലിയ നാട്ടുകാർ അവിടെ ഒരുപാട് തടിച്ചു കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സുരേഷ് ഗോപി എത്തിയതോടെ കൂടുതൽ ആളുകൾ അവിടേക്ക് വന്നതാണോ അതോ നേരത്തെ തന്നെ രഞ്ജിതയുടെ വീട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നോ? വൈകിട്ട് മുതൽ തന്നെ ഈ മരണവാർത്ത അറിഞ്ഞത് മുതൽ തന്നെ നിരവധി ആളുകൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ എന്തായാലും ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം വൈകിട്ടോടു കൂടിയാണ് തൊടുപുഴയിൽ നിന്ന് അതൊക്കെ തിരിച്ചറിഞ്ഞാണ് ഈ രാത്രി തന്നെ മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കുന്നതിന് മുമ്പൊക്കെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇങ്ങോട്ട് സന്ദർശിച്ചിരിക്കുന്നത്. അദ്ദേഹം നിലവിൽ കുടുംബങ്ങളെ കാണുന്നതിനായി വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് വളരെ പ്രാധാന്യം ഈ കുടുംബത്തിൻ്റെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രഞ്ജിതയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. കുടുംബാംഗങ്ങളെ കാണാനും അവരെ ആശ്വസിപ്പിക്കാനും വേണ്ടിയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഒരു നാടിനെ മുഴുവൻ ദുഃഖത്തിലാക്കിയാണ് ഈ വിമാന ദുരന്തത്തിൽ രഞ്ജിതയ്ക്ക് ജീവൻ നഷ്ടമായത്. പുല്ലാട് നിന്നുള്ള നേരിട്ടുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സുരേഷ് ഗോപി അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വീട്ടിനുള്ളിലേക്ക് കയറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എ വി ജയശങ്കർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ജയശങ്കർ, രഞ്ജിതയുടെ അമ്മയെ സുരേഷ് ഗോപി സന്ദർശിച്ചു കഴിഞ്ഞു. എന്താണ് നമുക്കവിടെ നിന്ന് ലഭിക്കുന്ന വിവരം? നിലവിൽ രഞ്ജിതയുടെ അമ്മയും മക്കളെയും സുരേഷ് ഗോപി എം പി സന്ദർശിക്കുന്നതിന് വേണ്ടി കയറിയിരിക്കുകയാണ്. അദ്ദേഹം വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണ IAS അദ്ദേഹത്തോടൊപ്പം തന്നെയുണ്ട്. അല്പസമയം മുമ്പാണ് കളക്ടർ ഇവിടെ എത്തിയത്. എന്തായാലും എം പിയും കേന്ദ്രമന്ത്രിയും ഒപ്പം തന്നെ ജില്ലാ കളക്ടറും നിലവിൽ ബന്ധുക്കളെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി പോലും ഈ അപകടത്തിൻ്റെ ഈ ദുരന്തത്തിൻ്റെ ആഘാതം മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇങ്ങോട്ട് നേരിട്ട് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വൈകുന്നേരം തന്നെ അദ്ദേഹം രാത്രി വൈകിയാൽ പോലും വീട് സന്ദർശിക്കുന്നൊരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിരുന്നു. എന്തായാലും വലിയൊരു ദുരന്തമാണ് രഞ്ജിതയെ സംബന്ധിച്ച്, രഞ്ജിതയുടെ കുടുംബത്തെ സംബന്ധിച്ച ഈ മരണം, ഈ ദുരന്തം ഉണ്ടാക്കുന്നത് വലിയ ആഘാതമാണ്. 2 പിഞ്ച് മക്കളാണ് അവർക്കുള്ളത്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും ഒപ്പം തന്നെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകളും, ഈ 2 പേരും ഒപ്പം തന്നെ അമ്മയുമാണ് വീട്ടിലുള്ളത്. ഇവരൊക്കെ സംബന്ധിച്ച് വലിയ അത്താണി രഞ്ജിത തന്നെയാണ്. ഈ അപകടം മൂലം വലിയ നഷ്ടമാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചും പുല്ലാട് എന്ന് പറയുന്ന ഗ്രാമത്തെ സംബന്ധിച്ച് വലിയ വേദനയിലുമാണ് ആഴ്ത്തിയിരിക്കുന്നത്. ആ വേദനയിൽ ആശ്വാസം പകരുന്നതിന് വേണ്ടിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അദ്ദേഹം കുടുംബാംഗങ്ങളുമായി നിലവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പുറത്ത് ഇറങ്ങുന്ന ഘട്ടത്തിൽ നമുക്കുൾപ്പെടെ പ്രതികരണം നൽകാനുള്ള സാധ്യതയുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിശദീകരണം, ഒരു കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കും. ഈ ഡെഡ് ബോഡി ഇങ്ങോട്ട്, മൃതശരീരം ഇങ്ങോട്ട് എത്തിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ അദ്ദേഹം വ്യക്തത നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിരവധി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രം ആയിരിക്കും ഈ രഞ്ജിതയുടെ അടക്കമുള്ള മൃതദേഹങ്ങൾ ഇങ്ങോട്ട് എത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ സുരേഷ് ഗോപി എം പി വീട്ടുകാരുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടത്തിൽ രഞ്ജിതയുടെ മരണം അത് ഏറ്റവും വലിയ ആഘാതം ഉണ്ടാക്കിയിരിക്കുന്ന ആ പിഞ്ച് 2 കുട്ടികളെ അഹമ്മദാബാദിലെ വിമാന അപകടത്തിൽ മരിച്ച പുല്ലാട്ടെ രഞ്ജിതയുടെ വീട്ടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് ആ വീട്ടിലുള്ളത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയാണ് ആ വീട്ടിൽ വന്നെത്തിയത്.